സത്യസന്ധമായ ഒരു കാര്യം പറയട്ടെ, എനിക്ക് സിനിമ കൊണ്ട് ഒരു പണപരമായ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല ഇന്ന് വരെയായിട്ട്. ഇപ്പോഴും അത് തന്നെ. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കർമ്മം ഈ ലോകത്തോട് ചെയ്യാൻ പറ്റും, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സ്, ജോൺ എബ്രഹാം പുരസ്കാരം, പത്മനാഭൻ പുരസ്കാരം, ഭരതൻ പുരസ്കാരം, ഫിലിം ഫെയർ അവാർഡ്, ഒത്തിരി അവാർഡ്സുകൾ എനിക്ക് കിട്ടിയ ആ സിനിമയ്ക്ക്. എനിക്ക് ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആലോചിക്കുകയാണ്, ഞാൻ എൻ്റെ നാഷണൽ അവാർഡിന് അയച്ചില്ല. പല ജൂറികളും അന്ന് ഫിലിം എനിക്ക് ഇന്ത്യൻ പനോരമ എടുത്ത് ജൂറികൾ എന്നെ വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ സിനിമ കണ്ടില്ലല്ലോ. അതിൻ്റെ ജൂറികൾ ആയിരുന്ന ആൾക്കാർ ചോദിച്ചു. സത്യത്തിൽ ഇപ്പോഴും ആലോചിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ വിഷമം അവിടെയല്ല. മാധു എന്ന് പറഞ്ഞ കുട്ടി, പിന്നെ വേണുവേട്ടൻ്റെ കുട്ടി, അല്ലാതെ സുരേഷ് ഗോപിയുടെ മകളാണെന്നുള്ള സംഭവമൊക്കെ അറിയുന്നുണ്ടല്ലോ, അത് അറിയുന്നുണ്ട്. എൻ്റെ മകളുടെ അഭിപ്രായം പറയാം, എടാ വേണു പാവമല്ലേ, സ്വഭാവമായിട്ട് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് അങ്ങ് ക്ഷമിച്ചുകൂടെ, ക്ഷമിക്കുമായിരിക്കുമല്ലോ എന്ന് ഒരു ചുമ്മാ ഒരു അഭിപ്രായം. തമാശ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ എൻ്റെ അമ്മയുടെ അഭിപ്രായം ഇങ്ങനെ കേട്ടോ, അത് സീരിയസ് ആയിട്ട് ചിന്തിക്കാവുന്നൊരു അഭിപ്രായം കേട്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലൈമാക്സ് ഉണ്ട്. '92 എൻ്റെ സവിതം എന്ന സിനിമ. അപ്പോൾ സവിതത്തിൻ്റെ ഡയറക്ടർ അറിയാമല്ലോ, ജോർജ് ഗിത്തുവാണ്. ഇപ്പോൾ ജോർജ് ഗിത്തു അന്ന് അതിൻ്റെ അസോസിയേറ്റഡ് വർക്ക് ചെയ്തതാണല്ലോ. മിന്നാമിനിങ്ങിൻ്റെ അസോസിയേറ്റ് വർക്ക് ചെയ്തതാണ് ജയരാജ്. അപ്പോൾ എനിക്ക് അവരൊക്കെ സുഹൃത്ത് ബന്ധമായി, അന്ന് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തതാണല്ലോ. അപ്പോൾ സവിതത്തിന് ഞങ്ങൾ ഇതെല്ലാം പ്ലാൻ ചെയ്തു. ഇതുപോലെ തന്നെ അതിന് സവിതത്തിന് ഇതുപോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എങ്കിലും ഗിത്തുവാണ് ഡയറക്റ്റ് ചെയ്തത്. ഇപ്പോൾ ജോൺ പോൾ തന്നെയാണ് അത് എൻ്റെ തിരക്കഥ എഴുതിയത്. പിന്നെ അഭിനയിച്ചറിയാമല്ലോ, പിന്നെ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, ചെറിയ നെടുമുടി വേണുവേട്ടന്, പിന്നെ ശാന്തികൃഷ്ണ, മാധുവിൻ്റെ അമരം കഴിഞ്ഞുള്ള സിനിമയാണല്ലോ. മാധു നല്ലൊരു കഥയായിരുന്നു, നല്ലൊരു. പക്ഷേ അപ്പം ഇതിന് ഇപ്പോഴും ഞാനൊരു രസം അതിനകത്ത് ഓർക്കുന്ന സംഭവം വെച്ചാൽ, ഞങ്ങളിതിൻ്റെ ക്ലൈമാക്സ് ഇതിന് വരുമ്പോൾ ഇവർ ഈ സംഭവം അറിയുന്നുണ്ട്. ഇങ്ങനെ ഈ കുട്ടി മാധു എന്ന് പറഞ്ഞ കുട്ടി പിന്നെ വേണുവേട്ടൻ്റെ കുട്ടി, അല്ലാതെ സുരേഷ് ഗോപിയുടെ മകളാണെന്നുള്ള സംഭവമൊക്കെ അറിയുന്നുണ്ടല്ലോ, അത് അറിയുന്നുണ്ട്. അപ്പോൾ അവിടം വരെ വെച്ച് ജോൺ പോൾ അങ്കിൾ സ്ക്രിപ്റ്റ് എഴുതി നിർത്തിയിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഷൂട്ടിങ് കഴിഞ്ഞ് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ മദറിനോട് പറഞ്ഞു, പിന്നെ ഞങ്ങൾ ആ സിനിമ ഇവിടം വരെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, അത് തീരാറായി, എന്നത്തേക്ക് ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം കൊണ്ട് ക്ലൈമാക്സ് എടുക്കാനുണ്ട് ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ എൻ്റെ മദർ പറഞ്ഞ്, ഞങ്ങളെ എങ്ങോട്ടാണ് ഇനിയും വേണ്ടിയെന്നുള്ളത് അങ്കിൾ പറഞ്ഞില്ല, ഇങ്ങനെ കൺഫ്യൂഷൻ ഇരിക്കുക, തീരുമാനം ആയില്ല. അപ്പോൾ എൻ്റെ മദറുടെ അഭിപ്രായം പറയാം, എടാ വേണു പാവമല്ലേ, ബേസിക്കലി വേണുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് അറിയാറ്, വീട്ടിലൊക്കെ വന്നിട്ട് പാവമല്ലേ, സ്വഭാവമായിട്ട് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് അങ്ങ് ക്ഷമിച്ചുകൂടെ, ക്ഷമിക്കുമായിരിക്കുമല്ലോ എന്ന് ഒരു ചുമ്മാ ഒരു അഭിപ്രായം. അപ്പം ഞാൻ അടുത്ത് തമാശ, പിറ്റേ ദിവസം ഒരു തമാശ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ അമ്മയുടെ അഭിപ്രായം ഇങ്ങനെ കേട്ടത് പറഞ്ഞു. അപ്പോൾ അങ്കിൾ പറഞ്ഞു, അത് സീരിയസ് ആയിട്ട് ചിന്തിക്കാവുന്നൊരു അഭിപ്രായം കേട്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലൈമാക്സ് ഉണ്ട്. വേണുവേട്ടൻ രണ്ടുപേരെ സ്വീകരിക്കുന്നതാണ്, മറ്റുള്ളവരെ സ്വന്തം മോളായിട്ട് സ്വീകരിക്കുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു എൻ്റെ എൻഡിങ്. അപ്പം ഇതൊക്കെ ഓരോ നിമിത്തങ്ങളാണ്, മനസ്സിലായില്ലേ, ഇത് ഓരോന്ന് സംഭവിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് സവിതത്തിന് ശാന്തികൃഷ്ണയ്ക്ക് അവാർഡ് ഉണ്ടായിരുന്നു, നല്ല നടി, പിന്നെ സ്റ്റേറ്റിൽ, പിന്നെ ചിത്രയ്ക്ക് മൗനസരോവർ എന്നുള്ള പാട്ടിന് ചിത്രയ്ക്കായിരുന്നു അവാർഡ്. കുറേ അവാർഡ്സ് കിട്ടിയതിന്, ക്രിട്ടിക്സ് അവാർഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വർഷങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കുറേ ഈ അവാർഡ്സ് അതൊക്കെയാണെന്ന് മറന്നു പോകുന്നുണ്ട്. അതിനുശേഷം ഞാൻ സമാഗമത്തിന് സിനിമ ജയറാം, പിന്നെ രോഹിണി, അതും നല്ല സിനിമ. തിലകേട്ടനുണ്ടായിരുന്നു അതിനകത്ത് അഭിനയിക്കാനായിട്ട്, വേണു തന്നെയായിരുന്നു. അപ്പം പിന്നെ കിത്തുമായിരുന്നു അതിൻ്റെ ഡയറക്ടർ, അതും ചെയ്തത്. അതും ഞങ്ങൾക്ക് കുറച്ച് അവാർഡ്സൊക്കെ കിട്ടിയിരുന്നു. പിന്നെ ഞാൻ ചെയ്ത സിനിമ കണ്ണകി, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് വിനോദീരത്ത് കാണാമെന്നൊക്കെയുള്ള പാട്ടൊക്കെ ഇല്ലേ. മിക്കവാറും എൻ്റെ സിനിമയ്ക്കൊക്കെ നല്ല പാട്ടുകളായിരുന്നു, എല്ലാ പാട്ടുകൾ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. എല്ലാം ഇപ്പം യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഈ അമരത്തിലെയും മിന്നാമരങ്ങിലെയും കണ്ണകിയിലെയും സവയത്തിലൊക്കെ പാട്ടുകൾ കാണാം. പിന്നെ അതിന് ശേഷം അപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഉദ്ദേശം ഒരു ഡയറക്ഷൻ എന്നുള്ള ലെവലിലായിരുന്നു. അപ്പം പണ്ട് ധാനക്കാരൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ വരുമ്പോൾ എന്നോട് ചോദിക്കുമായിരുന്നു, ഈ സവിതം
ഈ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ പരിപാടി എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു ഉണ്ട്, ആഗ്രഹമൊന്നും പോയിട്ടില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് തനിയെ. അത് 2007 അപ്പോൾ അത്രയും വർഷം എനിക്ക് ഗ്യാപ്പ് വന്നു. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കലാമൂല്യമുള്ള സിനിമകളാണല്ലോ ഞാൻ ചെയ്തത് മൊത്തം. എല്ലാ സിനിമകൾക്കും അവാർഡും പരിപാടികളൊക്കെ ആയിരുന്നു. അതുകൊണ്ടുള്ള ബേസിക് പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ വലിയ പ്രശ്നമായിരുന്നു. സത്യസന്ധമായ ഒരു കാര്യം പറയട്ടെ, എനിക്ക് സിനിമ കൊണ്ട് ഒരു പണപരമായ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല ഇന്ന് വരെയായിട്ട്. ഇപ്പോഴും അത് തന്നെ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ റിലേറ്റീവ്സ് ഉണ്ട്, എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്തവർക്ക് നഷ്ടമായിരുന്നു. അപ്പോൾ സിനിമ കൊണ്ട് എന്ത് സമ്പാദിച്ചു എന്ന് എന്നോട് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ കുറച്ച് നല്ല മെസ്സേജുകൾ ഈ ലോകത്ത് പറയാൻ പറ്റി, നല്ല കുറേ സിനിമകൾ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കർമ്മം ഈ ലോകത്തോട് ചെയ്യാൻ പറ്റും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ, നല്ല കുറേ മെസ്സേജസും നല്ല കുറേ കാര്യങ്ങളും പറയാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ തനിയേയും തനിച്ചല്ല ഞാൻ എന്നുള്ള സിനിമ. അപ്പോൾ തനിയെ എന്നുള്ള സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു മോർ ദാൻ 20 അവാർഡ്സ് എനിക്ക് കിട്ടി. ബെസ്റ്റ് ഡയറക്ടർ ഞാനായിരുന്നു, ബെസ്റ്റ് ഡെബ്യൂട്ട് ഡയറക്ടർ. പിന്നെ ലക്ഷ്മി ഗോപാലസ്വാമിക്കായിരുന്നു അതിൻ്റെ അവാർഡ് സ്റ്റേറ്റിൽ, ബെസ്റ്റ് നടി. പിന്നെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സ്, ജോൺ എബ്രഹാം പുരസ്കാരം, പത്മനാഭൻ പുരസ്കാരം, ഭരതൻ പുരസ്കാരം, പിന്നെ ഫിലിം ഫെയർ അവാർഡ്. ഒത്തിരി അവാർഡ്സുകൾ എനിക്ക് കിട്ടിയ ആ സിനിമയ്ക്ക്. എനിക്ക് ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആലോചിക്കുകയാണ്, ഞാൻ എൻ്റെ നാഷണൽ അവാർഡിന് അയച്ചില്ല. പല ജൂറികളും അന്ന് ഫിലിം എനിക്ക് ഇന്ത്യൻ പനോരമ എടുത്ത ജൂറികൾ എന്നെ വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ സിനിമ കണ്ടില്ലല്ലോ എന്ന്. അതിൻ്റെ ജൂറികൾ ആയിരുന്ന ആൾക്കാർ ചോദിച്ചു. സത്യത്തിൽ ഇപ്പോഴും ആലോചിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ വിഷമം അവിടെയല്ല. അന്ന് എൻ്റെ ആദ്യത്തെ സിനിമ, ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ മിന്നാമരങ്ങൾ നിറങ്ങോട്ടത്തിന് ഈ വേണുകേട്ടന് അവാർഡ് കിട്ടാണ്ട് പോയതാണ്. ഈ സിനിമ ഞാൻ അയച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ വേണുകേട്ടന് ഒരു നാഷണൽ അവാർഡ് കിട്ടാൻ പറ്റിയൊരു സിനിമയായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും വിഷമമുണ്ട്. പിന്നെ എൻ്റെ അടുത്ത സിനിമയായിരുന്നു, അത് ഞാൻ 2012 ചെയ്ത സിനിമയാണ് തനിച്ചല്ല ഞാൻ. ഈ തനിച്ചല്ല ഞാൻ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി. എനിക്ക് മാത്രമല്ല, കൽപ്പന അതിനകത്ത് അഭിനയിച്ച് കൽപ്പനയ്ക്കും കിട്ടി ബെസ്റ്റ് സഹനടിക്കുള്ള അവാർഡ്. അപ്പം അത് ഞാൻ പറഞ്ഞ മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിം സ്ത്രീ, റസിയ എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീയും ഒരു ബ്രാഹ്മണ സ്ത്രീ ഒരു വീട്ടിൽ ഒന്നിച്ച് ജീവിക്കുന്നതാണ്. അത് നിങ്ങൾ കണ്ടു കാണുക. അത് പത്രങ്ങളിലൊക്കെ വന്നൊരു വലിയ ന്യൂസായിരുന്നു. ഇവർ 2 മതത്തിലുള്ള ആൾക്കാർ ഒരു വീട്ടിൽ ജീവിക്കുന്നു. അവർ മരിക്കാനായിട്ടൊരു റെയിൽവേ ട്രാക്കിൽ പോയിരുന്ന ഒരു സ്ത്രീയാണ് അന്തർജനം. ഈ അന്തർജനത്തിനെ ഈ റസിയ അതിനെ ആ റെയിൽവേ ട്രാക്കിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് അവരൊന്നിച്ച് കാലങ്ങളോളം ജീവിക്കുന്ന ഒരു സംഭവം നടന്നതാണ്. ഞാനത് സിനിമയാക്കി കൊണ്ടുവന്നത്. അത് ഞാൻ കണ്ടത് മനോരമയിൽ കണ്ട ഒരു ഫീച്ചർ, ഒരു സാധനത്തിനകത്താണ് ഇത് കണ്ടത്, ഇവരെ പറ്റിയിട്ടുള്ളത്. അത് ഞാൻ ആലോചിച്ച് ഇത് കൊള്ളാമത്, ഇത് നാട്ടുകാരോട് പറയേണ്ട ഒരു സംഭവമാണ്. കാരണം ഇവിടെ ജാതിയും മതവും എന്നൊക്കെ പറഞ്ഞ് പരസ്പരം കൊല്ലാൻ നടക്കാണ്ട്, ഇത് അതിൻ്റെ സത്യസന്ധ അവസ്ഥ അതൊന്നുമല്ല. മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുകയാണ് വേണ്ടത്. ഇത് നമ്മൾ മതത്തിലേക്ക് മാറുകയല്ല വേണ്ടത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, നീ നിന്നെപ്പോലെ നിൻ്റെ ആൾക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞിരിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക. സ്നേഹം കൊടുക്കുമ്പോൾ നമ്മൾ വി ആർ ദി പാർട്ട് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഭാഗമായി മാറുകയാണ്, അല്ലേ? അങ്ങനെയല്ലേ? അതല്ലേ സത്യം. അപ്പോൾ ആ സത്യത്തിലേക്ക് വരിക എന്നുള്ള ആ ഒരു നീതി ന്യായമാണ് എൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സിനിമകൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി സമയം മെനക്കെട്ടതും ഇതിനകത്ത് ഒത്തിരി പണം ഇല്ലല്ലോ എന്നുള്ള സങ്കടമൊന്നും എനിക്കില്ല. ഞങ്ങൾ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആൾക്കാരെല്ലാം കൂടി ഒരു സംഘടന ഉണ്ടാക്കി, ഫോറം ഫോർ ബെറ്റർ ഫിലിംസ്. അതിൽ ക്രോസ് റോഡ് എന്നും പറഞ്ഞൊരു സിനിമയാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ 5-6 ഡയറക്ടേഴ്സ്, 6 സിനിമകൾ. അതിൽ മൗനം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു എൻ്റേത്. പിന്നെ മധുബാലുണ്ടായിരുന്നു, പിന്നെ രഞ്ജിതായിരുന്നു അതിൻ്റെ പ്രസിഡൻറ്റ്. അത് 2008-10 വർഷം മുമ്പാണ്. എൻ്റെ ഇയർ ഞാൻ മറന്നുപോയി. പിന്നെ അതുപോലെ ഞാൻ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയാണ് അറേബ്യ. ഈ അറേബ്യ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ള സിനിമകൾക്കൊക്കെ എല്ലാ അവാർഡുകളൊക്കെ ആയിരുന്നുകൊണ്ട് ജയരാജ്, അത് സിനിമ എൻ്റെ സുഹൃത്തായിരുന്നു എന്നെ ജയരാജിൻ്റെ പല സിനിമകളിലും ജയരാജ് കൊണ്ടുപോകാറുണ്ട്. കാരണം സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി. ജയരാജനറിയാം എനിക്ക് സിനിമ ഡയറക്റ്റ് ചെയ്യാനുള്ളൊരു മോഹം എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള സംഭവം അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ എന്നെ ഇൻവോൾവ് ആക്കാറുണ്ട് സാധാരണ. അപ്പോൾ പുള്ളി സത്യം പറഞ്ഞാൽ എൻ്റെ സുഹൃത്താണെങ്കിൽ എൻ്റെ ഒരു ഭരതേട്ടനൊക്കെ പറഞ്ഞ ഒരു ഗുരുസ്ഥാനത്തൊക്കെ വേണമെങ്കിൽ ഒരു പേരൊക്കെ പറയാൻ പറ്റും, ജയരാജൻ്റെ കൂടെ പറയാൻ പറ്റും. അപ്പം
അദ്ദേഹമാണ് ഈ നമ്മുടെ കണ്ണകിയും പിന്നെ ഈ അറേബ്യയും ചെയ്തത്. അപ്പോൾ അറേബ്യ ചെയ്ത സമയത്ത് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തു, നമുക്കൊരു കൊമേഴ്സ്യൽ സിനിമ ഉണ്ടാകണം, കാരണം കാശ് വേണമല്ലോ, അടി ഇടി ഒരു സിനിമ വേണം. കാരണം അങ്ങനെയുള്ള സിനിമകളല്ലാതെ ഇത് അവാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവാർഡ് പ്രഖ്യാപിച്ച പിന്നെ പിറ്റേ ദിവസം ഒരു ഒറ്റ മനുഷ്യനുണ്ടാവില്ല തിയേറ്ററിൽ, പിന്നെ അത് ന്യൂൺ ഷോ ഒക്കെ ആക്കിയിട്ട് മാറ്റും. വലിയ പ്രശ്നമാണ് ആ കാലത്ത്. ഇപ്പോഴും അങ്ങനെ എനിക്ക് തോന്നുന്നു. അടൂർ ബാലകൃഷ്ണൻ്റെ സിനിമകളും മറ്റുള്ളവരൊക്കെ സിനിമകളൊക്കെ പിന്നെ ഈ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ടി വിയിൽ കാണുന്നുണ്ടാവും, പക്ഷേങ്കിൽ നല്ല സിനിമകൾക്ക് അങ്ങനെ ഒരു വിഷയമുണ്ട്. അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അറേബ്യ സിനിമയ്ക്ക് ഒരു കൊമേഴ്സ്യൽ മൂവി ആക്കിയിട്ട് കുറച്ച് പൈസ സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ പിന്നെ കിടക്കുന്ന മറ്റായതുകൊണ്ട് ഈ സബ്ജക്റ്റൊക്കെ ആലോചിച്ച് അടിയും നമ്മുടെ വിജയരാഘവനെയും വില്ലനായിട്ടും ബാബു ആൻ്റണിയുടെ മറ്റേ ഇങ്ങപ്പുറത്തൊക്കെ വെച്ചിട്ട് ഒരു ഇടി സിനിമയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഒക്കെ ആലോചിച്ച് ഞങ്ങൾ മൈസൂരിൽ പോയിട്ട് ഞാനും ജയരാജനും കൂടെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ആലോചിച്ചു, നമ്മൾ അത്ര അങ്ങോട്ട് വീണം, നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞു പോയാൽ പോരായോ എന്ന് ഞങ്ങൾക്കൊരു ചിന്ത ഇങ്ങപ്പുറത്ത് വന്നിട്ടാണ് ഈ അറേബ്യ ചെയ്തത്. അറേബ്യയുടെ റിസൾട്ട് സ്റ്റാൻഡേർഡും അല്ല കൊമേഴ്സ്യലും അല്ലാത്തൊരു അവസരമായിട്ട് അതും ഞങ്ങൾക്ക് ഫിനാൻഷ്യലി പ്രശ്നമായി മാറി കേട്ടോ. അപ്പം സിനിമ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പലർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അപ്പം സത്യം പറഞ്ഞാൽ ഒരവസ്ഥ, ഈ സിനിമയിൽ വരുന്ന ഒരാൾ, എനിക്ക് പേഴ്സണലായിട്ട് പറഞ്ഞാൽ നിങ്ങൾ സിനിമ മനസ്സിലാക്കണം, ഇതെങ്ങനെയാണ് സിനിമ എടുക്കേണ്ടത്. എനിക്ക് തോന്നുന്നു നമ്മുടെ സുരേഷൊക്കെ ഇല്ല, നമ്മുടെ ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിൽക്കുന്ന സുരേഷൊക്കെ അത് കൃത്യമായിട്ട് അതിനുകൊണ്ട് ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങൾ ഇവരോട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കണം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിന് വല്ലവരൊക്കെ വെറുതെ ഇങ്ങനെ കഥകളൊക്കെ പറയും, നമ്മളത് അങ്ങോട്ട് വിറ്റു, ഇങ്ങോട്ട് ഇത്ര കാശ് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ ഇതൊന്നും അല്ല എൻ്റെ സത്യസന്ധമായ ഒരവസ്ഥ. അപ്പോൾ ഒരാൾ സിനിമ എടുക്കാൻ ആഗ്രഹം ശരിക്കും ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അയാൾ ഒരു സിനിമയുടെ കൂടെ നിന്നിട്ട് ഇത് മനസ്സിലാക്കണം ഇതെന്താണ്. അത് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിങ്ങൾ പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നതാണ്, നടക്കും. അവർ അതിനുള്ള സപ്പോർട്ട്സൊക്കെ ചെയ്തു തരും. അല്ലെങ്കിൽ നിങ്ങൾ അഭിനയിക്കാൻ നിങ്ങൾ തയ്യാറാകണം, അതിന് എന്തെങ്കിലും പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം, നല്ലതാണത്. ഇതുമായിട്ട് ബന്ധമുള്ള ഒരാളെ ഈ സിനിമയ്ക്ക് വരാവും. സത്യത്തിൽ ആഗ്രഹമുള്ള ഒരാൾ, സിനിമ ഇഷ്ടമുള്ള ഒരാളെ വരാവും. അത് ടൈം ബീയിങ് ബിസിനസ്സായിട്ട് വരല്ല സിനിമയ്ക്ക് വന്ന പ്രശ്നമാണ്. വന്നാൽ നമുക്കൊന്നും നമ്മുടെ കയ്യിലുള്ള കാശ് പോകുന്ന പരിപാടിയല്ല, അതൊന്നും നടക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ആർക്കാണ് പൈസ കിട്ടുന്നത്? ഞാൻ ജൂറിയായിട്ട് ഒരിക്കൽ നമ്മുടെ ഫെഫ്കയിൽ ഇവിടെ ജൂറിയായിട്ട് നമ്മുടെ സർക്കാരിൻ്റെ ഞാൻ പോയിരുന്നു. അന്ന് ഞാൻ കണ്ട 10-200 സിനിമകൾ കണ്ടതിൽ അന്ന് 210 സിനിമ കണ്ടു. ഈ ഇത്രയും സിനിമകളിൽ എൻ്റെ റിലീസ് വന്ന സിനിമകളെന്ന് പറഞ്ഞാൽ 140 സിനിമകളുള്ള റിലീസിന് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം പെട്ടിക്കാത്തിരിക്കുക. ഒന്നത് പകുതിയാക്കിയ സിനിമകൾ എത്രയോ ഉണ്ട്, പകുതി വരെ ആക്കിയിട്ട്. കാരണം ഇപ്പോൾ കോടിയാണല്ലോ. പണ്ട് ഞങ്ങൾക്ക് 1000 ലക്ഷം പറഞ്ഞാൽ മതിയായിരുന്നു, ഇപ്പോൾ കോടിയാണ് കണക്കല്ല. ഒരാൾ അഭിനയിക്കാൻ വന്ന് ഒന്ന് അഭിനയിച്ച് കഴിയുമ്പോൾ തന്നെ പുള്ളി ചോദിക്കുന്നത് അടുത്ത പടത്തിന് 1 കോടി 2 കോടിയൊക്കെയാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ പോകാണ്ട് ഇതിനൊരു തീരുമാനം കൊണ്ടുവരണം. കാരണം ഈ പ്രൊഡ്യൂസേഴ്സ് എപ്പോഴും ലൂസേഴ്സാണ്. നോക്കിയിട്ടുണ്ടോ നിങ്ങൾക്ക് തിരക്കിയാൽ മനസ്സിലാവും. മിക്ക പ്രൊഡ്യൂസേഴ്സും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഉള്ള പഴയ പ്രൊഡ്യൂസേഴ്സിനെ നോക്കിയാൽ നല്ല ശതമാനവും അത് പെർസെൻറ്റേജ് വളരെ കുറവാണ് സ്വന്തം വീട്ടിൽ താമസം. കാരണം അവർ അടിച്ചു പോയി, പൈസ എല്ലാം പോയി. കാരണം ഒരിക്കലും തിരിച്ചു. പണ്ട് നസീറൊക്കെ അഭിനയിക്കുന്ന കാലത്ത് കേട്ടിട്ടുണ്ട്, ഒരു പ്രൊഡ്യൂസറുടെ പടം പൊട്ടിയാൽ അദ്ദേഹം അടുത്ത പടം ഫ്രീ ആയിട്ട് അഭിനയിച്ച് കൊടുക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹം ഉള്ള സമയത്ത് ഞാൻ സിനിമ എടുത്തിട്ടില്ല, അതുകൊണ്ട് ഇത് ഇട്ടിട്ടുള്ളൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഈ പൈസ കിട്ടുന്ന ആക്ടേഴ്സ് അവർ പ്രൊഡ്യൂസറിനെ സഹായിക്കാൻ തയ്യാറാവണം. മനസ്സിലായില്ലേ? കാരണം കുറേ കോടി കിട്ടിയിട്ടൊന്നും കാര്യമില്ല, പ്രത്യേകിച്ച് അതുകൊണ്ടൊന്നും ചെയ്യാനില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, 10 കോടി കൊണ്ട് ഒരാൾക്ക് ഇനി നാളെ മുതൽ 10 നേരം ആഹാരം കഴിക്കാൻ, 15 നേരം ആഹാരം കഴിക്കാൻ തീരുമാനിക്കാൻ പറ്റില്ല. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 10 വീട്ടിൽ ഒന്നിച്ച് താമസിക്കാൻ പറ്റില്ല, 10 കാറിൽ ഒന്നിച്ച് പോകാൻ പറ്റില്ല. ഇതൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമില്ലെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഗതികേടാകുന്ന ആൾക്കാരെ സഹായിക്കാനും ബാധ്യസ്ഥരാണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം സംബഡീസ് ലോസ് ഈസ് സംബഡീസ് പ്രോഫിറ്റ്. ഈ ലോസ് വരുന്നത് പ്രൊഡ്യൂസറുള്ളേ, പ്രൊഡ്യൂസർ മാത്രമേ വരുന്നുള്ളൂ ഇതിനകത്ത് ലോസ്, മറ്റവർക്കെല്ലാം പ്രോഫിറ്റാണ്. അപ്പം അപ്പം അതിനൊരു തീരുമാനം സർക്കാരും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൂടെ ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ ഇതിൻ്റെ കുറേ നഷ്ടങ്ങൾ പ്രൊഡ്യൂസേഴ്സിന് മാറ്റാൻ പറ്റും.
ഇത് വീതിച്ച് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. പ്രോഫിറ്റ്സ് അഭിനയിക്കുന്നവർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും കഥാകൃത്തിനും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രൊഡ്യൂസറിന് ഒരു പെർസെൻറ്റേജ് ഓഫ് മണി മാത്രമേ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുള്ളൂ. ഇപ്പോഴത്തെ നമ്മൾ ടോട്ടൽ ഇതിൻ്റെ നോക്കിയാൽ ഈ ടോട്ടൽ കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നല്ല ഭാഗവും മോർ ദാൻ 50% ആർട്ടിസ്റ്റ് കോസ്റ്റായിട്ടാണ് പോകുന്നത്. അപ്പം അത് നമ്മൾ പുതിയ ആൾക്കാരെ കൊണ്ടുവരികയും നല്ല സിനിമകൾ പ്ലാൻ ചെയ്യുകയും ചെയ്യണം, നല്ല സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യണം, നല്ല ഡയറക്ടേഴ്സിനെ പ്ലാൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ സിനിമ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും സിനിമ ഓടും. അപ്പോൾ ഇത്രയും പൈസയുടെ ആവശ്യമില്ല. എന്നിട്ട് പ്രോഫിറ്റ് കിട്ടിയാൽ അവർക്കൂടെ നിങ്ങൾ ഷെയർ ചെയ്യൂ. അപ്പോൾ അങ്ങനൊരു സിസ്റ്റമൊക്കെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ ലോസ് അവസാനിക്കുകയുള്ളൂ. ഇപ്പോൾ ആൾക്കാർക്ക് സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളതുകൊണ്ട് മറ്റുള്ള പ്രൊഡ്യൂസേഴ്സിനൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് വന്ന് ഇറങ്ങി തിരിച്ചാൽ ഇത് പ്രശ്നമാവും. അടുത്ത കാലത്ത് എന്നെ ഒരാൾ വിളിച്ചു, എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സാറേ സിനിമ ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു എന്താണ്? അല്ല, അതിന് ഡിസ്ട്രിബ്യൂഷൻ റെഡിയാണ്, പിന്നെ സാറ്റലൈറ്റ് റെഡിയാണ്, ഔട്ട് റൈറ്റ് ശരിയാണ്. ഞാൻ പറഞ്ഞു പിന്നെ തുടങ്ങാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര തരും എന്നൊക്കെ ചോദിച്ചു. ഞാൻ ചോദിച്ചു ഇത്ര റെഡിയാണപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്തുകൂടാന്ന് ചോദിച്ചു എന്നെ വിളിച്ച ആളുടെ അടുത്ത്. അപ്പോൾ പറഞ്ഞല്ല, അതൊരു പേരുള്ള പ്രൊഡ്യൂസറാണെങ്കിൽ മാത്രമേ അത് വർക്കൗട്ട് ആകത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ആരാ ഡിസ്ട്രിബ്യൂഷൻ? പറഞ്ഞു അല്ല, അത് സാറ് തന്നെ സിനിമ മൊത്തം ചെയ്യണമെന്ന് പറഞ്ഞു. മൊത്തം സിനിമ ചെയ്തതിന് ശേഷമാണ് അവരിതൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ 10-40 വർഷമായിട്ട് ഞാനത് ഈ ഫീൽഡിൽ നിൽക്കുന്നതാണ്, ഞാൻ തന്നെ എന്നോട് തന്നെ ഇങ്ങനെ സംസാരിക്കണം. നിങ്ങൾ ആരെങ്കിലും പുതിയ ആൾക്കാരോട് പറയും ഇതൊക്കെ. കാരണം ഇത് ചുമ്മാ പറയുന്നതാണ്, മനസ്സിലായില്ലേ? ഇത് വെറുതെ ആ ഭാഗത്ത് നിൽക്കുന്നവർ കുറേ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അതാരെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നതാണിത്. ഇതിൻ്റെ സത്യസന്ധമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ പോയിട്ട് സത്യസന്ധമായ ഒരു സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിങ്ങൾ പോയിട്ട് പേര് രജിസ്റ്റർ ചെയ്തിട്ട് അവർ പറയുന്നത്, സുരക്ഷയുള്ള ആൾക്കാർ, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട് അവിടെ, അവർ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഇതെങ്ങനെയാണ് സിനിമ ചെയ്യേണ്ടത്, എന്താണ് നിങ്ങൾ പഠിക്കാനുള്ളതിനകത്ത്, ഇത് മനസ്സിലാക്കിയിട്ട് മാത്രമേ സിനിമ ചെയ്യാവുന്നതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഞങ്ങളൊക്കെ സീനിയർ സിറ്റിസൺഷിപ്പ് ആയിക്കഴിഞ്ഞു, നിങ്ങളൊക്കെ സിനിമ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളോടുള്ളൊരു ചെറിയ കുഞ്ഞു ഉപദേശമായിട്ട് മാത്രം കരുതിയാൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമ മറ്റേ അമരം ഞങ്ങൾ വീണ്ടും ഇറക്കാനായിട്ട് തീരുമാനിച്ചത്, ഇതൊരു നല്ല സബ്ജക്റ്റാണ്. ഞാൻ എസ് കെയോട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അദ്ദേഹം, നിങ്ങൾക്ക് അറിയാമല്ലോ എസ് കെയെ പറ്റിയിട്ട്, ശ്രീകണ്ഠൻ നായർ അറിയാമല്ലോ, മറ്റേ ഫ്ലവേഴ്സിൻ്റെ 24-ൻ്റെ ഒക്കെ ഡയറക്ടറായിട്ടിരിക്കുന്ന ആളെ. അദ്ദേഹം ഒരു നല്ല മനുഷ്യസ്നേഹിയാണെന്നറിയാമല്ലോ, ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം, നല്ലൊരു മനുഷ്യസ്നേഹിയാണ്. പുള്ളി പറഞ്ഞ് ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് വീണ്ടും കൊണ്ടുവരണം. കാരണം അതിൻ്റെ നെഗറ്റീവ് ഒക്കെ പോയി 35 ഇയേഴ്സ്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഡിജിറ്റൽ ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ വർക്കൗട്ട് ചെയ്തത്. 7 മാസം വർക്കൗട്ട് ചെയ്തത്. 7 മാസം പിന്നെ മദ്രാസിൽ പ്രസാദ് ലാബിൽ അവർ വർക്കൗട്ട് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ വീണ്ടും കാണിക്കണം. കാരണം അച്ഛനും മകളോടുള്ള സ്നേഹവും കാമുകന് കാമുകനുള്ള സ്നേഹവും ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്, അത് സത്യസന്ധമായ അവസ്ഥയിൽ. അതിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ്, അദ്ദേഹമാണ് അതിൻ്റെ പിന്നിൽ നിന്ന് തന്നത്. അതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. അദ്ദേഹത്തിനുള്ള നന്ദി സ്നേഹം ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അത് മാത്രമല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ച പോലുള്ള ഫണ്ടൊന്നും കിട്ടിയില്ല. അതും ഒരു ലോസ് അവസ്ഥ തന്നെയാണ് അതും വന്ന് നിന്നത്. അതല്ല ഞങ്ങൾ നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. അത് നല്ല ആൾക്കാർ കണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ വീണ്ടും കണ്ടത്, ആൾക്കാർ കണ്ടിട്ടുണ്ട്, നല്ല പെർസെൻറ്റേജ് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അവർ പറഞ്ഞത് ഞങ്ങളെല്ലാം കണ്ട സിനിമയാണ്. പിന്നെ ഇപ്പോഴത്തെ ജനറേഷന് വേണ്ടിയത് ഈ അല്പം സെൻറ്റി വന്നിട്ട് ദുഃഖം വന്നിട്ട് അവർക്ക് പിരിയാനൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് വല്ല ഡാൻസും പാട്ടും ഒക്കെയാണ് ഇപ്പോഴത്തെ ജനറേഷന് കൂടുതൽ താല്പര്യം എന്നാണ് അവരൊക്കെ പറഞ്ഞ അഭിപ്രായം, മനസ്സിലായില്ലേ? അവർ കണ്ടിട്ടുണ്ട് ഈ സിനിമ, ഈ രണ്ടാമത് പേര് കാണണം, ഇനിയും വീണ്ടും ദുഃഖിക്കണം എന്നുള്ളൊരു അഭിപ്രായം അവർ പറഞ്ഞു എൻ്റെ പല ആൾക്കാരും. ഇപ്പോഴത്തെ 25-20 വയസ്സുള്ള പിള്ളേർ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഇത് നല്ലൊരു സിനിമ തന്നെയാണ് എന്നാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തത് അദ്ദേഹമാണ്, മനസ്സിലായില്ല? അത് ഇപ്പോഴും ഒത്തിരി നല്ല ആൾക്കാർ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാവരും മോശമൊന്നുമല്ല. 90% നല്ല ആൾക്കാരാണ്. പിന്നെ ഈ ഗതികേട് കൊണ്ടൊക്കെ ഇങ്ങനെ ഗതികേടിലേക്ക് പോകുന്ന ഒരവസ്ഥ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ മതങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഈ മതത്തിലേക്ക് ഇപ്പോൾ ഏത് മതമാണേലും ഈ ബേസിക്കലി ഈ മതങ്ങളൊക്കെ എനിക്ക് തോന്നിയത് ഉണ്ടാക്കുന്ന സമയത്ത് നന്മയായിരിക്കും അവർ ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോൾ വന്ന് മുതലെടുപ്പുമായിട്ട് മാറുമ്പോഴാണല്ലോ കുഴപ്പം വരുന്നത്. അതുകൊണ്ട് ലവ് ഈച്ച് അതർ, നമ്മൾ പരസ്പരം സ്നേഹിക്കുക, സ്നേഹം കൊടുക്കുക, ഇതാണ് നമുക്ക് വേണ്ടത്. എനിക്ക് തൽക്കാലം ഇത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.